ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറുവിൻ്റെ സൈഡിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോയും കൂടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് അപ്ഡേറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ വാട്ട് ഇഫ് സീസൺ 2ൻ്റെ ഫുൾ എപ്പിസോഡ്സ് അവർ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് സീസണിൻ്റെ ആ ഒരു ലെവൽ വന്നില്ലെങ്കിലും അത്യാവശ്യം എല്ലാം ഡീസൻ്റ് ആയിട്ടുള്ള എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഇതിനകത്ത് എനിക്ക് എന്തോ പോലെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടർ, അതായത് നമ്മുടെ പെഗ്ഗി കാർട്ടറിനെ എന്തോ ആ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരെന്തോ പുഷ് ചെയ്യുന്ന പോലൊരു ഫീൽ വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള എപ്പിസോഡും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതിനകത്ത് എനിക്ക് മെയിൻലി ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ കഹോരി എന്നുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു എപ്പിസോഡ് കിട്ടില്ല എന്നാണ് എടുത്ത് പറയാൻ പറ്റും. കാരണം നമ്മൾ കണ്ടതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് നമുക്ക് കഹോരിയുടെ ആ ഒരു എപ്പിസോഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ഹെല്ലയും വിൻമും ഉള്ള ഒരു എപ്പിസോഡും കിട്ടിയില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് മോശമായിട്ട് എപ്പിസോഡൊന്നും എടുത്ത് പറയാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ്, അതായത് നമ്മുടെ നെബുല ആ ഒരു നോവ കോർപ്പിൽ ചെന്ന് കയറുന്ന ആ ഒരു എപ്പിസോഡ് ഇച്ചിരി ഭയങ്കര ലാഗി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് വേറൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ നമ്മുടെ ജോൺത്തൻ മേജേഴ്സ്, അതായത് നമ്മുടെ MCUൻ്റെ ഒഫീഷ്യൽ കാങ് എന്നുള്ള ക്യാരക്ടർ അഭിനയിക്കുന്ന ആക്ടറിനെ ഫയർ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ആ ഒരു സ്ഥാനത്ത് ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്യാരക്ടറിന് ഒരു എൻഡിങ് കൊടുക്കാൻ പോകുന്നതാണോ അതോ ഈ ഒരു ക്യാരക്ടറിനെ റീകാസ്റ്റ് ചെയ്യാൻ പോകുന്നതാണോ എന്ന് നമുക്ക് ആർക്കും ഒരു വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ കാങ് എന്നുള്ള ക്യാരക്ടറിനെ ജോൺത്തൻ മേജേഴ്സിനെ മാറ്റി മറ്റൊരു പുതിയ ആക്ടറിനെ കൊണ്ടിറക്കാൻ പോകണമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ലിസ്റ്റിനകത്ത്, അതായത് റൂമറിൽ ഇപ്പോൾ ഒരു പേര് വന്നിട്ടുണ്ട്, കോൾമൻ ഡൊമിംഗോ എന്നുള്ളൊരു ആക്ടറിനെ ഇപ്പോൾ നമ്മുടെ കാങ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ള ജസ്റ്റ് ഒരു റൂമർ ഇപ്പോൾ നമ്മൾ ഡാനിയൽ ആർപിക്ക് എന്നുള്ള ഇൻസൈഡർ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് റിയൽ ആവുമല്ലോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു മെയിൻ ബാഡ് ന്യൂസ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ തണ്ടർ ബോൾസ് എന്നുള്ളൊരു മൂവി നമുക്ക് 2025 വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സുള്ള ക്യാരക്ടേഴ്സിനെല്ലാം വെച്ചിട്ടുള്ളൊരു ടീം അപ്പ്, അതായത് ഒരു മിനി സൂയിസൈഡ് സ്ക്വാഡ് പോലത്തെ ഒരു സംഭവം ഇറക്കാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം നമ്മുടെ റെഡ് ഗാർഡിയൻ, യെലീന ബെലോവ, അപ്പോൾ അങ്ങനെയുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ ഒരു മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സെൻട്രി എന്നുള്ളൊരു ക്യാരക്ടർ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്നൊരു സംഭവം തന്നെയാണ്. അപ്പം ആ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ പോകുന്നത് സ്റ്റീവൻ യാൻ എന്നുള്ളൊരു ആക്ടർ ആണെന്നുള്ള കാര്യം കൺഫേം ആയതുമാണ്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്ടർ ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് അവർ ഡ്രോപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു ആക്ടർ തന്നെ ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് ഒഴിഞ്ഞ് മാറിയതായിട്ടാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. റീസൺ എന്തുകൊണ്ടാണെന്നൊന്നും വേറെ അറിയത്തില്ല. ഇനി ഇതിന് പകരം പുതിയൊരു ആക്ടറിനെ കൊണ്ടുവരുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഉറപ്പ് തന്നെയാണ്. അത് ആരാണെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ സെൻട്രി ആയിട്ട് നമ്മുടെ ഹെൻറി കാവിൽ അങ്ങനെ സർപ്രൈസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. എന്തായാലും ആരാണ് ഈ വരാൻ പോകുന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഏതൊരു ആക്ടർ നമ്മുടെ സെൻട്രി ആയിട്ട് ഇനി വന്ന അടിപൊളിയായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള 2-3 അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അടുത്ത ആഴ്ച നമ്മുടെ എക്കോ സീരീസ് റിലീസാകാൻ പോവുകയാണ്. ഇപ്പോൾ ദൂരെ TV സ്പോട്ടും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട്. അതിനകത്ത് ഡെയർ ഡെവിലിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ലീക്കും ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാം കിടിലം ഒരു മേക്കിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീരീസ് ഇറങ്ങുമ്പോഴേ നമുക്ക് ബാക്കി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ജനുവരി 10 എന്നുള്ള ഡേറ്റിൽ ആ ഒരു സെയിം ഡേ തന്നെയാണ് അവർ 5 എപ്പിസോഡ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു സീരീസ് അടിപൊളി ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെ ആയിരുന്നു നമ്മുടെ സീക്രട്ട് ഇൻവേഷൻ, അതായത് ട്രെയിലറൊക്കെ അടിപൊളി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും സീരീസിൻ്റെ ആ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കിട്ടിയത്. അപ്പോൾ അതേപോലെ അവർ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷത്തെ ഒരേ ഒരു മാർവൽ മൂവി നമ്മുടെ ഡെഡ്പൂൾ 3, അപ്പം ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളും കറൻ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്ഡേറ്റ്സും കാര്യങ്ങളും ലീക്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും ലീക്സിനെ കൂടുതൽ പറ്റി അടുത്ത് പറയുന്നില്ല. പക്ഷേ ഈ ഒരു വർഷം ജൂലൈ 26 റിലീസാവുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ റയൻ റെയ്നോൾഡ്സ് തന്നെയാണ് ഇതിപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു ട്രെയിലർ നമുക്ക് നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി മാസം കിട്ടുമെന്നൊക്കെയാണ് നമുക്ക് പല റൂമേഴ്സിൽ കൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഡെഡ്പൂൾ 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര അപ്ഡേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ MCUൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചെന്നിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.